DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താൻ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ശക്തമായ പോരാട്ടമാണ് ഇടുക്കിയിൽ നടക്കുന്നത്. പഴയ AI ഗ്രൂപ്പുകൾ എന്ന സമവാക്യത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ മത-സാമുദായിക അടിസ്ഥാനത്തിലും കസേര ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നേതാക്കന്മാർ. ജോയി വെട്ടിക്കുഴി, എസ് അശോകൻ, MN ഗോപി, ബിജോ മാണി എന്നിവർ പ്രസിഡന്റ് സ്ഥാനത്തിനായി രംഗത്തെത്തിയതോടെ ഇടുക്കി DCCയിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോരാട്ടം ശക്തമായി. കെ സുധാകരന്റെ നോമിനിയായാണ് CP മാത്യു കഴിഞ്ഞ തവണ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത്. കെ സുധാകരൻ പൊതുപരിപാടിക്കിടയിൽ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് CP മാത്യു രാജിക്കത്ത് നൽകിയെങ്കിലും കെ സുധാകരൻ അന്ന് അത് കീറിക്കളയുകയാണ് ചെയ്തത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് DCC അധ്യക്ഷനായ CP മാത്യുവിനെ മാറ്റുന്നതിന് VD സതീശൻ പക്ഷം ശ്രമം നടത്തിയെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തിനു വേണ്ടി എസ് അശോകനും MN ഗോപിയും ജോയി വെട്ടിക്കുഴിയും രംഗത്തെത്തിയതോടെ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റിനെ മാറ്റി തീരുമാനിക്കാം എന്ന നിലപാടിലേക്ക് KPCC നേതൃത്വം എത്തുകയായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CP മാത്യു ഡീൻ കുര്യാക്കോസിന് വേണ്ടി രംഗത്തില്ലായിരുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. ആ സമയത്ത് ഡീൻ കുര്യാക്കോസിന് വേണ്ടി ശക്തമായി രംഗത്തുണ്ടായിരുന്നത് UDF കൺവീനറായ ജോയി വെട്ടിക്കുഴിയാണ്. അതുകൊണ്ട് തന്നെ ഡീനിന്റെ പിന്തുണ ജോയി വെട്ടിക്കുഴി എന്ന ഒറ്റ പേരിലേക്ക് ഒതുങ്ങുന്നു. ഇതോടെയാണ് DCC അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമിട്ടിരുന്ന മറ്റു നേതാക്കൾ VD സതീശനിലേക്കും KC വേണുഗോപാലിലേക്കും കൂടുതൽ അടുക്കുവാൻ ആരംഭിച്ചത്. ഡീൻ പക്ഷക്കാരായിരുന്ന MN ഗോപിയും ബിജോ മാണിയും ഇപ്പോൾ പ്രതീക്ഷ വെക്കുന്നത് KC വേണുഗോപാലിലും VD സതീശനിലുമാണ്. രമേശ് ചെന്നിത്തലയുടെ നോമിനിയായി KPCC ജനറൽ സെക്രട്ടറി വരെയായ എസ് അശോകൻ ആ ഗ്രൂപ്പ് ദുർബലമായതോടെ ചെന്നിത്തലയെ ഉപേക്ഷിച്ച് സതീശൻ ഗ്രൂപ്പിലേക്ക് ചേർന്നിരിക്കുകയാണ്. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലവിലെ DCC വൈസ് പ്രസിഡന്റുമാരായ മുകേഷ് മോഹനും അരുൺ KS ഷാഫി പറമ്പിൽ വഴി ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസിന്റെ ഏക നോമിനിയായ ജോയ് വെട്ടിക്കുഴി മാണി ഗ്രൂപ്പിലും ജോസഫ് ഗ്രൂപ്പിലും മാറി മാറി പയറ്റി കോൺഗ്രസിലെത്തിയ പഴയ കേരള കോൺഗ്രസ്സുകാരനാണ് എന്ന വാദമാണ് മറ്റുള്ളവർ എതിരായി ഉയർത്തുന്നത്. നിലവിലെ DCC പ്രസിഡന്റ് CP മാത്യു തന്നെ തുടരണം എന്ന ആവശ്യവുമായി ചെറിയൊരു കൂട്ടവും രംഗത്തുണ്ട്. ജാതിമത സമവാക്യങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോട്ടയം DCC പ്രസിഡന്റായി വരുന്നയാൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളതും ഇടുക്കിയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. ഇതോടെ ഇടുക്കി DCCയെ ആര് നയിക്കും എന്നത് നിലവിൽ ഉത്തരമില്ലാത്ത ചോദ്യമായി നിലനിൽക്കുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.